തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് ചിലർ അതിഗംഭീരമായ പന്തയം വെച്ചിരുന്നു. ഓരോ പാർട്ടി അനുഭാവികളും അവരുടെ പാർട്ടി വിജയിച്ചില്ലെങ്കിൽ മൊട്ടയടിക്കുമെന്നും മീശ വടിക്കുമെന്നും തുടങ്ങിയ രസകരമായ കാര്യങ്ങളാണ് ഈ പന്തയം വെപ്പിൽ വെച്ചിരുന്നത്. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പാതി മീശയെടുക്കുന്നതും മുടി കളയുന്നതുമായ പന്തയത്തിന്റെ കാഴ്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. ആരായാലും പന്തയം വെച്ചാൽ അത് നടപ്പിലാക്കണം. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അതുപോലൊരു പ്രഖ്യാപനമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റേതും. UDFന് 100 സീറ്റ് കിട്ടിയാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു അദ്ദേഹത്തിന്റേത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് 100-ൽ കൂടുതൽ സീറ്റ് ലഭിച്ചിട്ടും തന്റെ പ്രഖ്യാപനത്തിൽ മലക്കം മറിയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ പലരും പലതും പറയണം എന്ന് മാത്രമായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. 2025 ജൂലൈയിലാണ് പറവൂരിൽ നടന്ന ചടങ്ങിൽ വെള്ളാപ്പള്ളി VD സതീശനെ വെല്ലുവിളിക്കുകയും 100 സീറ്റ് കിട്ടിയാൽ രാജിവെക്കുമെന്ന് പറയുകയും ചെയ്തു. സതീശൻ അഹങ്കാരമാണെന്നും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അഹങ്കാരമെന്നും വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിൽ അഹങ്കാരം പറയുന്നവർക്ക് തോറ്റ ചരിത്രമുണ്ട്. 100 പേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും UDFന് 98 സീറ്റ് പോലും കിട്ടില്ലെന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചിരുന്നു. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ VD സതീശൻ വെല്ലുവിളി ഏറ്റെടുത്തു. UDFനല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നായിരുന്നു സതീശന്റെ വാക്കുകൾ. പകരം വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. UDFന് 97 സീറ്റ് വരെ കിട്ടുമെന്നതിൽ വെള്ളാപ്പള്ളിക്ക് സംശയമില്ലല്ലോ. പിന്നെ 100 സീറ്റ് കവിഞ്ഞു പോകാനുള്ള 4-5 സീറ്റല്ലേ, അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ 100-ലധികം സീറ്റ് കിട്ടും, സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് താനും ഒരു കാരണമായെന്ന ആരോപണത്തെ തള്ളി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ആരോപിക്കുന്നത് പിണറായി വിരുദ്ധരും സമുദായ വിരുദ്ധരുമാണെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശനോ ഒരു സമുദായ നേതാവിനോ അത് തീരുമാനിക്കാൻ അവകാശമില്ല. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ UDFന്റെ വിജയശില്പി KC വേണുഗോപാലാണെന്നും വ്യക്തമാക്കി. KC വേണുഗോപാൽ മിടുക്കനാണ്. അദ്ദേഹം ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള നേതാവാണ്. ഒരുപക്ഷെ കോൺഗ്രസിലെ 3-ാം സ്ഥാനക്കാരനാണ്. രാജ്യത്ത് തന്നെ സ്വാധീനമുള്ളയാളാണ് KC. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ട്. നയവും നയചാതുര്യവും നേതൃഗുണവുമുണ്ട്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹം ഇങ്ങോട്ട് വരുമോ എന്നത് സംശയമാണ്. കൊച്ചു കേരളത്തിൽ കറുകപ്പുല്ല് മാത്രമാണുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് കരിമ്പിൻ തോട്ടങ്ങൾ ഉള്ളപ്പോൾ ഈ കറുകപ്പുല്ല് തിന്നാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. MLA-മാരിലും MP-മാരിലും മഹാഭൂരിപക്ഷവും വേണുഗോപാലിനൊപ്പമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പിയും അദ്ദേഹമാണ്. പ്രചാരണത്തിന് ഫണ്ട് കണ്ടെത്തിയും KC വേണുഗോപാലാണ്. രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം പുകഴ്ത്തി. രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറാണ്. പ്രവർത്തന പരിചയമുള്ള എല്ലാവരെയും ഒരുപോലെ യോജിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന നേതാവാണ്. എല്ലാവർക്കും വേണ്ടി സഹിച്ചയാളാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നത് ശരിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDFന്റെ തോൽവിയെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഞാൻ കാരണമാണ് പിണറായി തോറ്റയെന്ന് പറയുന്നത് പിണറായി വിരോധികൾ മാത്രമാണ്. അല്ലെങ്കിൽ എന്റെ സമുദായം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പറയുകയുള്ളൂ. SNDP യോഗത്തെ തകർക്കാൻ ഒരു പാർട്ടിക്കും ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല. പലരും ഇത് പിളർത്താൻ നോക്കിയിട്ടുണ്ട്. ദുഷ്ടബുദ്ധികൾ ഇങ്ങനെ പലരും പറയും. എന്റെ നിലപാടൊന്നും മാറില്ല. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നല്ലവർ ലീഗിലുണ്ട്. ജാതിയും മതവും നോക്കാതെ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടാണ് 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടിയത്. 100 സീറ്റിലധികം UDFന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവര് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിനിടെ UDF 100 സീറ്റ് തികച്ചാൽ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്നും വെള്ളാപ്പള്ളി മലക്കം മറിയുകയും ചെയ്തിരുന്നു. അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ടാകുമെന്നും താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നുമാണ് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.